അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്നാക്സും സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മളൊന്ന് വണ്ടി ചേട്ടൻ പോവാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. അവിടെ കുറേ വില്ലേജുണ്ട്. സെറ്റ് കേട്ടോ, സെറ്റ് വിഷയമുണ്ട്. പൂക്കൾ നമുക്ക് വേണ്ടി പ്രത്യേകം മൗണ്ടൻ ബൈക്സ് ഒക്കെ ഉണ്ട്. ജപ്പാനിൽ നിന്ന് ഒരാളെത്തി നോക്കുന്നു. വാവ്, കേട്ടോ. കുറെ കുളിസിങ് സെറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കി ശീലാവട്ടെ. ഓക്കെ, ജി മോഗൻ പോഷ 911 GT3 വിത്ത് ദ വ്യൂ. നൈസ്. നോക്കിയാണ് സമാധാനമുണ്ട്. വർക്ക് ലൈഫിൽ നിന്നും ചെറിയ രീതിയിലുള്ള ആശ്വാസം കിട്ടാനായിട്ട് നേരെ വരിക ലേസറി. അവിടെ സ്പോൺസർഷിപ്പ്. നാരായണൻകുട്ടി ബ്ലോഗിങ്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി. സൈക്കിളൊക്കെ എടുത്ത് സെറ്റാണ്. ഇത് ഫുള്ള് വാങ്ങിച്ചില്ല നമ്മൾ അത്ര വിലക്ക് മൊത്തം എടുക്കുന്നത്. അതെനിക്കുള്ളല്ലേ, അതാണ് താഴത്തെ മതി. എനിക്കിതല്ല, അത് മതി. അതുമല്ല, ആക്ച്വലി ഇതിന്റെ പിറകു സൈഡിലൊരു സാധനമുണ്ട്. നീ എടുത്ത് ഇഷ്ടം എടുത്തോ, കാശ് കൊടുക്കോ? എടാ നമ്മുടെ സ്ഥലം എടുത്ത് നോക്കി ഏതാ വേണം. അത് മതിയില്ല, അത് മതി. പാർക്കുണ്ട്. ദിവസം നമ്മളെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, തോന്നുമ്പോൾ വരഞ്ഞുണ്ടെങ്കിൽ സിമ്പിളാണ്. കണ്ടില്ല, സൈക്കിൾ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ സൈക്കിളിലേ പോകാറുണ്ട്. അപ്പോൾ ഒരു ഫെറാറി മഴയുണ്ട് അവിടെ ഒതുക്കിയിട്ടില്ല. ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. 911 ഉണ്ട് അല്ലേ, G-Wagon ഉണ്ട്. സിമ്പിളല്ലേടാ, വളരെ വളരെ. വേറെ ആരും ഇല്ലെങ്കിൽ എത്രയാണ്. ഞങ്ങൾക്ക് വൈകിട്ട് പൂളിലൊക്കെ ഇറങ്ങാം. ഓക്കെ, ഇന്ന് ഫുൾ ഓണാണ്. സെറ്റ് സൈക്കിളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അടിയിട്ട്. എടുത്ത് നമ്മുടെ പാർക്കിങ്ങിൽ നമ്മളെ വന്ന വണ്ടി അടപ്പുണ്ട്. ഇതെന്നാണ് നിങ്ങളുടെ വിചാരം? അത്രയ്ക്ക് ചീപ്പല്ല. കണ്ടോ, അയ്യോ വണ്ടി എടുത്ത് ഗ്യാരേജ് നമ്മൾ അവിടെ നിന്നാണ് നടന്നു കയറിയത്. ഇങ്ങനെ കയറി ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഇങ്ങനെ എവിടെയാണെന്ന് പറഞ്ഞുകൂടാ. പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് എന്താ വരാനുണ്ടെന്ന് തോന്നണം കേട്ടോ. ഇതാണ് തോന്നുന്നു. ഹായ് നൈസൈ നല്ല ഡ്രോയിങ് ഉണ്ട്. ഒരു ചിക്ക് ഫ്രീ ആണ്. എന്റെ ഗുരുവായൂരപ്പാ. ഓക്കെ, റൂമൊക്കെ കൊള്ളാൻ കണ്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറച്ച് നേരം ചില്ല് ചെയ്യാം. കളർന്ന് വണ്ടി കിടന്ന് ഉറങ്ങി മരിച്ച്. വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നീട്. നേരത്തെ അപ്പുറത്തെ റൂമിലാണ് നമ്മൾ നിന്ന് കേട്ടോ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല. അപ്പുറത്ത് നമ്മൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അറ്റത്ത് പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ നല്ല വ്യൂ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ പിന്നെ പരിപാടി എന്ന് പറഞ്ഞുകൂടാ. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് വൈകിട്ടോ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോളി ഇറങ്ങണം. ഉള്ള പരിപാടികളെല്ലാം പുതിയ കാണിക്കാം. ഞാൻ നല്ല ടയർഡാണ്. ബ്രീത്തും കിട്ടുന്നില്ല, വയ്യ, തളർന്നു. അപ്പോൾ കാണാം. ഓക്കെ, അവിടെ ട്രൈ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ ആയി. എല്ലാ തെണ്ടികളും അവിടെ ഒന്നും ഒരു പിടിയില്ല. ജസ്റ്റ് പുറത്തിറങ്ങണം. എന്നിട്ട് നടന്നിട്ട് വരാം. ഓക്കെ, Good morning to all ladies and gentlemen. Welcome back to another video. രാവിലെ നല്ല കോട തുടങ്ങി. ക്ലൈമറ്റ് കൂളാണ്. ഷോർട്ട് ഗോൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും നേരത്തെ എണീച്ച കൊച്ച് എന്നാ വന്നിരിക്കുന്നു. ആണോ? ട്രൈപോഡ് ഒടിഞ്ഞു വീണു.
ഇങ്ങനെ വേണം കടയിൽ തൊട്ട് വച്ചിരോടി. ഇവിടെ കുറച്ച് മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പോലെ മഞ്ഞ് വീഴായിരുന്നു. എല്ലാം നടക്കാൻ പോയി. അംജിത് അവൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. നാരായണൻകുട്ടി പോന്നു. ചെല്ല നടക്കും. ഇത് താറാവിനെ പോലെ പോകുന്നു. കാരണം നോക്കോ നാരായണൻകുട്ടിയും ടീമെല്ലാം അങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറിച്ചെല്ലാം പറഞ്ഞു. ഇവിടെ നല്ല വിഷയമാണ്. കുറച്ച് ചെടി നല്ല ആംബിയൻസ് ആയിട്ട് അവിടെ എത്തും. ഇവിടെയാണ് ഇന്നലെ ആദ്യം റിസപ്ഷൻ ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നിന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ഇവിടെ. പക്ഷേ കോടയില്ല. ഇപ്പം നല്ല വിഷയം കോട, സൂപ്പർ കോട, ഫുൾ കോട്ടേജസ്, നല്ല രസമുണ്ട്. റോളയും അപ്പോൾ വേറെ കുട്ടി വിളിച്ചു താഴോട്ട് വന്നു. നല്ല ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിലൊക്കെ ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ നൈസായിരുന്നു. മഞ്ഞും മഴയും പ്രേമിക്കുന്നില്ല. അല്ല പറ്റുവല്ലേ. അവിടെ എന്താണ് കോമ്പോ തമ്മിൽ എന്താണ്? മൂന്നാറിന് തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഏലം പ്ലാന്റേഷന് നടക്കും ഒരു കിഡിലൻ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞു. എന്തൊരു സമയത്തല്ല പീസ് ആൻഡ് കാം ആയിട്ടൊരു കിഡിലൻ സ്റ്റേ. തൈക്കാട് അല്ല രാജാക്കാട്. ഓക്കെ, അവരവരുടെ ഷോർട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യട്ടെ. ആരൊക്കെയോ നടന്നു പോകുന്നു ഫ്രണ്ടിൽ കൂടെ. അപ്പോൾ ശരി, നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ എനിക്ക് എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഭയങ്കര ടയർഡാണ്. അതിനുശേഷം എവിടെയൊക്കെ പോവാം. ഇനി ഒന്നും അറിയുള്ളൂ. രാവിലെ ഇങ്ങനത്തെ ക്ലൈമറ്റാണ് വിചാരിച്ചില്ല. അടിപൊളി വിഷയം. അപ്പോൾ നമുക്ക് ഇത് ഇവരുടെ ഷൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പ്ലാൻസ് വഴിയെ പറ്റില്ല. ഓക്കെ, ഒന്നും പറയില്ല. അവർക്ക് എണീച്ചുകൊണ്ടാണോ വിശപ്പുണ്ട് നല്ലതായിട്ട്. അപ്പോൾ കാണാം. ബൈ. ട്രാൻസിഷൻ. ഹൈ സോഫ്റ്റ് ഗേൾ ലൈഫ് ബോഫ് ഷോട്ട് ടു ഇവിടെ എടുക്കണ്ട. ഇനി പൂളി പോണല്ലേ? ഇങ്ങനത്തെ കോട ഉണ്ട് എടുക്കാം. നിങ്ങൾക്ക് പൂളി പോണം. ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് പോകുന്നത് സെറ്റാണോ? ഈ മഴയുടെ വിഷയടാ. നമ്മൾ ഇന്നലെയൊക്കെ വന്നപ്പോ കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാവിലെ മഴ തുടങ്ങി. ഹോട്ടലുണ്ടേ ഇവിടെ നോക്ക്. ഫുഡ് കഴിക്കണം ഇവിടെ. കഴിക്കില്ലേ? കഴിക്കണം, ക്യാമറമാൻ കഴിക്കണം. വിശപ്പുണ്ട്. എന്തെടുക്കാൻ എന്തൊക്കെയാ പറയുന്നത്? ഈ ഇതാണ് കുഴപ്പം. ക്രിയേറ്റേഴ്സിനൂടെ വന്ന വീഡിയോ എടുക്കുക. ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റില്ല. ചെറുക്കാൻ പോയി. ഓക്കെ, അങ്ങനെ ആ സുദിനം വന്നെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ കഴിച്ചിട്ട് പോട്ടെ. എല്ലാ പടങ്ങളും എത്തിയിട്ടുണ്ട്. എല്ലാവരും വിളമ്പി തുടങ്ങി. കോൺഫ്ലക്സ് മീൻ. ഇത് എന്താ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ? ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്ത? സൗത്ത് ഇന്ത്യൻ ആണേ. ഒരെണ്ണം ആയിക്കൂടെയൊക്കെ വെള്ളം പറഞ്ഞു പാവത്തിൻ്റെ. പൂരി എടുക്കണം. ഓക്കെ, ബാജി. സെക്കൻഡ് റൗണ്ട് കടലക്കറി എടുത്തോ. കുറച്ച് വേണമെങ്കിൽ പൂരിയുടെ ചേരുമല്ല. ഇന്നലെ കഴിച്ചില്ലേ? ഓർമ്മ സ്ട്രോബെറി അത് കഴിച്ചോളൂ. പക്ഷേ പ്ലേറ്റ് റെഡിയാക്കിയിട്ട് കാണാം. അപ്പം ഞാൻ ഇഡ്ഡലി, ചട്നി, സാമ്പാർ,
പിന്നെ ഒരു ഗ്ലാസ് പാല്. ഫുഡൊക്കെ കഴിച്ചെല്ലാവരും ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇനി സൈറ്റ് സീയിങ് ആണ്. നമ്മളിപ്പോൾ മെറല റെഡി. ഇനി അങ്ങോട്ടുള്ള പോയിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ എത്തിയിട്ട് എല്ലാവരും റൂമുകൾ താഴെ കൊടുങ്കാട് കാട്ടിനുള്ളിൽ എന്താണ് നാരായണോളി ഒരു ഫോട്ടോ കൊണ്ടിക്ക് സെറ്റ് കേട്ടോ. മരം ചെടി വിശ്വസ്ഥലം ചെറിയ ട്രീ ഹൗസ് പോലെ ഉണ്ട്. ഇല്ല അങ്ങോട്ടോ അതിന് പിന്നെന്തിന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടോ? കൊളായിട്ടുണ്ടോ? കൊളായിട്ടുണ്ടോ അവിടെ? നിലവിലില്ലേ? പറഞ്ഞോ, വിളിച്ചു പറയോ? ഓ ഷൂ. അപ്പോൾ ഗൈസ് അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞു. താഴെയായിരുന്നു ട്രക്കിങ്. ഇച്ചിരി കടുപ്പായിരുന്നു കേട്ടോ. നല്ല വഴികളുണ്ട്, പക്ഷേ വലിയ അങ്ങോട്ടല്ല. ഇത് ഏലക്കാടുണ്ട്, നല്ല ഏലക്കാടുണ്ട്. നല്ല വ്യൂ ആണ് എൻ്റെ അകത്തൂടെ പോകുമ്പോൾ. അത് പോയി കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല വഴിക്കലൊക്കെ ഉണ്ട്. അവിടെ നാരായണ പടക്കമൊന്ന് 2 തവണ വീണ്, 2 തവണ സൂപ്പറായിട്ട് വീണ് മണ്ണ് തപ്പി കയറി ചെറുക്കൻ വന്നു. കുറച്ച് നേരം അടിപൊളിയായിരുന്നു അവിടെ. പിന്നെ നമ്മൾ തിരിച്ച് കയറി. കാരണം അങ്ങോട്ട് പോകുന്നതോറും റിസ്ക്കാണ്. എല്ലാവരും ക്രോക്സും ഷൂസൊക്കെ ഇട്ടുകൊണ്ട് ചറക്കടിച്ച് വീഴും, മണ്ട അടിച്ച് വീഴും സത്യം. അപ്പം അത് കഴിഞ്ഞ് കയറി നിറഞ്ഞൊട്ടി 2 തവണ വീണു. പിന്നെ വീഴാതെ അഹങ്കരിച്ച് നിന്ന നമ്മുടെ ആർജി ഷിഫിൻ പടക്ക എന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് മോഹം ഇടിച്ച് അവൻ ചപ്പിപ്പോയി. ഒരു മോഹം തീർന്നു തന്നെ. എന്നിട്ട് നമ്മൾ കയറി. മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ് എന്ന് കരുതി ഇതുപോലെ ട്രിപ്പൊക്കെ വരുമ്പം സൂപ്പറായിട്ട് മനസ്സിലാക്കി കഴിച്ചു. ഫിസിക്കൽ ഹെൽത്തും ഒക്കെയല്ല എന്ന് അപ്പൂപ്പന്മാരെക്കാട്ടും മോശമായിട്ട് ശ്വാസം എടുക്കുന്നു. വാവ്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് വർക്ക് ലൈഫ് ഉണ്ട്, നല്ല സ്ട്രെസ്സൊക്കെയാണ് എങ്കിൽ മന്ത്ലി എന്തായാലും കുറച്ച് ട്രിപ്പൊക്കെ പോകണം. അത്യാവശ്യം അറിയാമെന്നുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്പോൾ അതിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക, കാരണം എൻ്റെ ഇന്നർ മീയെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്കും വർക്ക് ലൈഫുള്ള കുറേ പേർ, എനിക്കറിയാം കുറേ പേര് സെയിം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാസം പറ്റുമെങ്കിൽ ഒരു ട്രിപ്പ് അടുത്തുള്ള എവിടെയെങ്കിലും 10,000 മാറ്റിയിരിക്കുക. പക്ഷേ എനിക്ക് കുറച്ച് മാറ്റിക്കാൻ പറ്റി, അതുകൊണ്ട് വന്നു. ഇതുപോലെ പോവുക. അപ്പോഴേക്കും കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പിന്നെ ട്രക്കിങ്ങും പരിപാടിക്കൊക്കെയാണ് പോകണമെങ്കിൽ ജിമ്മിലൊക്കെ പോകണം കേട്ടോ, ഇല്ലെങ്കിൽ കടുക്കും, ശ്വാസം മുട്ടിച്ചാവും പറഞ്ഞേക്കാം. അപ്പോൾ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങണം. വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം അവർ പറഞ്ഞിട്ടില്ല, എപ്പോഴാണോ ഇറങ്ങണമെന്ന് പറഞ്ഞത്. എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ വേറെ എവിടേക്ക് പോകുന്നുണ്ട്. പോണ വഴിക്ക് എന്ത് വെള്ളച്ചാട്ടം എന്തൊക്കെ സാമാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഫിലിം ചെയ്യാനുള്ള ബാക്കപ്പ് എനിക്കില്ല. എൻ്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക്, കാരണം എനിക്കൊരു ഓൾറെഡി ഒരു ചെന്നൈ പോയ വീഡിയോ ഓണി കിടപ്പുണ്ട്. അപ്പോൾ അത് ഇതുവരെ ഞാൻ എക്സ്പോർട്ട് ചെയ്തില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫോണിൽ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു മിക്കവാറും 2-3 വീഡിയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിഞ്ഞൂടെ. അങ്ങനെ ആക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുവരെ കണ്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച്. കാരണം ഡോക്യുമെൻറ്റ് ചെയ്യണമെന്ന് വെച്ച്, പക്ഷേ സംസാരിക്കണമുണ്ട്. എന്തൊക്കെ ബബു അടിച്ചു എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മീൻസ് ലോട്ട്. എപ്പോഴും പറയണമല്ലോ 10 പേര് കാണുന്നുണ്ട്, അത് മതി 10 പേര് കൂട്ടം കൂടിയിരിക്കുമ്പോൾ ആലോചിച്ചു എത്ര പേരാണുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പീസ് ഔട്ട്. ബൈ. ബ്ലോഗ് നേരത്തെ നിർത്തിയതാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഒരു വാട്ടർഫോൾ കണ്ടു, ഇറങ്ങി. അടിപൊളി സ്ഥലം.